ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ചിക്കൻ ബണ്ണിന്റെ റെസിപ്പിയാണ്. ഓവണൊന്നും ഇല്ലാണ്ട് നമുക്ക് ഗ്യാസിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ബണ്ണിന്റെ റെസിപ്പി. അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതേപോലെ 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർക്കുന്നുണ്ട്, പൊടിയിലേക്ക് ഡയറക്റ്റ് ചേർത്തിട്ടുണ്ട്. അഥവാ നിങ്ങളുടെ അടുത്ത് ഡ്രൈഡ് ഈസ്റ്റ് ഉള്ളതെങ്കിൽ ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതാ അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട നല്ലോണം ബീറ്റ് ചെയ്ത ശേഷം ചേർത്ത് കൊടുക്കാം. അതായത് സ്പൂൺ വെച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോ ഇളം ചൂടുള്ള പാലാട്ടാണ് ഞാൻ ചേർത്തത്. പിന്നെ 1 ടീസ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് കുഴച്ചിട്ടെടുക്കാം. ഇത് എക്സ്ട്രാ പാല് വേണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പാൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അതല്ല എങ്കിൽ ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇത് കുഴച്ചിട്ടെടുക്കാം. ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് അങ്ങനെ കുഴച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ എക്സ്ട്രാ പാലോ വെള്ളമോ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ആദ്യം ചേർത്ത് 1/2 കപ്പ് പാല്, മുട്ട ഇതെല്ലാം വെച്ചിട്ടാണ് കുഴച്ചെടുത്തത്. അപ്പൊ ഇതാ ഇത് കുഴച്ചെടുത്ത ശേഷം നമ്മൾ അത് വെക്കുന്ന ആ പാത്രത്തിലും കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. അതുപോലെ ഈ ഡോന് മേലെ കുറച്ച് ഓയിൽ ഒന്നാക്കി കൊടുക്കാം. എന്നിട്ടത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും അങ്ങനെ വെക്കാം. ചൂടുള്ള സ്ഥലമാണെങ്കിൽ പൊങ്ങിക്കെട്ടും വേഗം. തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ പൊങ്ങിക്കെട്ടാൻ കുറച്ചൊന്ന് ടൈം എടുക്കും. ഇത് എയർ ടൈറ്റ് ആയിട്ട് അങ്ങനെ അടച്ചു വെക്കാം. ആ ഒരു സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യുമിൻ സീഡ്. ചെറിയ ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. പിന്നെ അതിലേക്ക് 1 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇപ്പൊ ഞാൻ കുറച്ച് വലുപ്പമുള്ള ടൈപ്പാട്ടാണ് എടുത്തത്. അപ്പൊ അത് കണക്കാക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളകും ചില്ലി ഫ്ലേക്സും ചേർക്കുന്ന സമയത്ത് എരിവൊന്ന് ബാലൻസ് ചെയ്തിട്ട് അങ്ങനെ ചേർക്കാൻ വേണ്ടി നോക്കാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഉള്ളി അങ്ങനെ ഓവറായിട്ട് വാട്ടിയെടുക്കണ്ട, ചെറിയ രീതിയിൽ ഒന്ന് വാട്ടിയെടുത്താൽ മതി. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മൈദന്റെ ആ ഒരു പച്ച ടേസ്റ്റ് എല്ലാം ഒന്ന് പോയി വരട്ടെ. പിന്നെ അതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ച് വെച്ച ചിക്കനാണ്. വേവിച്ചെടുത്തിട്ട് അത് കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അടർത്തി എടുത്തതാണ്. അപ്പൊ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പാലൊന്ന് കുറച്ചൊന്ന് വറ്റി വരട്ടെ. ഇതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ഒരു സമയത്ത് ചെയ്തിട്ടെടുക്കാം. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഈ ഒരു സമയത്ത് കുരുമുളക് പൊടി കുറച്ചൊന്ന് കുറവ് പോലെ തോന്നിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇതാ നമ്മൾ ഒഴിച്ച പാലെല്ലാം വറ്റി വന്നിട്ടുണ്ട്. അപ്പൊ ഇതാ നമ്മുടെ ചിക്കൻ ബണ്ണിന്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതവിടെ മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് ഇതാ
നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച് അടോ ഇതാ പൊങ്ങി വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് കൈകൊണ്ട് ഈ ഒരു രീതിയിലൊന്ന് കുഴച്ചു കൊടുക്കാം. എന്നിട്ട് ഇതാ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നമുക്ക് ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ഈ ഒരു രീതിയിൽ ഒന്നുകൂടി ഒന്നിങ്ങനെ കുഴച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ വീഡിയോ കാണുന്ന രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് 8 പീസാക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതിനെ നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. ഓരോ പീസ് കൊടുത്തിട്ട് ബോൾസ് ആക്കി എടുക്കാം. ഞാനിതാ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു രീതിയിലൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഫില്ലിങ് ഈ ഒരു രീതിയിൽ വെച്ചു കൊടുക്കാം. പിന്നെ ഇതിന് മേലെയായിട്ട് കുറച്ച് മൊസറല്ല ചീസും കൂടി വെച്ചു കൊടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമില്ല. ചീസ് കയ്യിൽ ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ചു കൊടുക്കാം. വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് കിട്ടും. എന്നിട്ട് ഈ ഒരു രീതിയിൽ അറ്റത്തുനിന്ന് വരഞ്ഞു കൊടുക്കാം. ഇങ്ങനെ എന്നിട്ട് ഈ വീഡിയോ കാണുന്ന രീതിയിൽ രണ്ട് സൈഡിൽ നിന്ന് ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ആ ഫില്ലിങ് വെച്ച ഭാഗത്ത് നിന്ന് ഈ ഒരു രീതിയിൽ മടക്കിയിട്ട് റോൾ ചെയ്ത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ബാലൻസ് വരുന്ന ആ ഭാഗം ഈ ഒരു രീതിയിൽ അങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 4 വെച്ചിട്ട് അങ്ങനെയാട്ടാ ചെയ്തെടുക്കുന്നത്. നമ്മൾ കേക്കെല്ലാം ബേക്ക് ചെയ്യുന്ന ആ ഒരു ടിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിൽ അങ്ങനെ തേച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചെയ്തെടുത്ത ആ ബണ്ണെല്ലാം ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം, നിരത്തി വെച്ച് കൊടുക്കാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് എഗ് വാഷ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ബീറ്റ് ചെയ്തിട്ടാണ് എടുത്തത്. അത് ഇതിന് മേലേക്ക് ഈ ഒരു രീതിയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഇനി ഇതിന് മേലെയായിട്ട് നമുക്ക് എള്ളിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കറുത്ത എള്ളാട്ടോ എടുത്തത്. കറുത്തതല്ലെങ്കിൽ വെളുത്ത എള്ളായാലും കുഴപ്പമില്ല, അങ്ങനെ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ കറുത്ത എള്ളുള്ളതുകൊണ്ട് അതെടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഇതിന് മേലെയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എഗ് വാഷ് ചെയ്ത് ആ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുക, എങ്കിൽ മാത്രമേ അത് അതിലങ്ങനെ പിടിച്ച് നിൽക്കുള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഞാനിതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുത്തതാട്ടോ. അതിലേക്ക് നമ്മൾ ആക്കി വെച്ച് ആ ബണ്ണ് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ടിത് അടച്ചു വെക്കാം. പിന്നെ നിങ്ങൾ മൂടി വെക്കുന്ന മൂടിക്ക് എന്തെങ്കിലും ഹോൾസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫോയിൽ വെച്ച് ക്ലോസ് ചെയ്ത് കൊടുക്കാം. മൂടി നല്ല ടൈറ്റ് ആയിരിക്കണം. അഥവാ ടൈറ്റ് അല്ല എങ്കിൽ ഒരു ഫോയിൽ വെച്ച് കംപ്ലീറ്റ് കവർ ചെയ്ത ശേഷം മൂടിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പം ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തിട്ടെടുക്കാം. ഒരു 20-25 മിനിറ്റ് ആ ഒരു സമയത്തിനേക്ക് ആയി കിട്ടും. അപ്പം നമ്മളെ ചിക്കൻ ബണ്ണ് റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.